ഇസ്ലാമിക ലോകത്ത് അധികാരത്തെ കണ്ടത് ഭാരമായിട്ടാണ്, അലങ്കാരമായിട്ടല്ല. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. നാളെ പാരത്രിക വിജയം അല്ലാഹു നൽകുന്നത് ഈ ലോകത്ത് വിനയത്തോടെ ജീവിക്കണമെന്ന് കൊതിച്ചവർക്കാണ്. വിനയത്തോടെ ജീവിക്കണമെന്നവർ അവർക്കാണ് അല്ലാഹു നൽകുന്നത് സ്വർഗം. ഒരു ഫസാദിന്, ഒരു ഡിസോർഡറിന്, ഒരു തരത്തിലുമുള്ള ഖയോസ്, സംഘട്ടനങ്ങള്, സംഘർഷങ്ങള്, വൈരാഗ്യമുണ്ടാക്കുന്ന പണിക്കൊന്നും നിൽക്കാത്തവർക്കാണ് അല്ലാഹു നാളെ പരലോകത്തെ വിജയം നൽകുന്നത്. തമ്മിലടിപ്പിക്കുവാനും വൈരാഗ്യമുണ്ടാക്കാനും പരസ്പരം തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത പോലെ മുഖം വീർപ്പിച്ച് നടക്കാനും ആരൊക്കെയാണോ കാരണക്കാരാകുന്നത്, അള്ളാഹുവിന്റെ സ്വർഗം അവർ കന്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിൽ നോക്കണം. നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ എണ്ണമല്ല അള്ളാഹു നോക്കുന്നത്, ഇവിടെ ചൊല്ലുന്ന സ്വലാത്തിന്റെ എണ്ണമല്ല അള്ളാഹു നോക്കുന്നത്. അതിന്റെ ഒക്കെ കൂടെ മനുഷ്യന് വേണ്ട ഒരു സ്വഭാവമുണ്ട്. ഈ സ്വലാത്തിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ചുവോ ആ ജീവിതത്തിന്റെ സാരല്യവും ആ ജീവിതത്തിന്റെ വിനയവും താഴ്മയും ജീവിതത്തിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് പറയുന്ന ഒരു വെർബൽ എക്സസൈസ് കൊണ്ട് എന്ത് ഫലമാണുണ്ടാവുക, എന്ത് കാര്യമാണുണ്ടാവുക? അവർ അധികാരം വേണമെന്ന് ചോദിച്ചു വരാത്തവരാണ്. ഇന്ന് അധികാരത്തിന് വേണ്ടി വടംവലികൾ നടക്കുന്ന കാലം അല്ലേ? അധികാരം ലഭിക്കുവാൻ വേണ്ടി കൈക്കൂലികൾ കൊടുക്കുന്ന കാലം, ഞങ്ങളെ ഒന്ന് ഏൽപ്പിച്ചേക്കുക, ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്ന കാലം. അധികാരം നിങ്ങൾ ചോദിച്ചു വാങ്ങരുതേ. അതാർക്കെങ്കിലും അർഹത കൊണ്ട് നൽകപ്പെടുകയാണെങ്കിൽ അവർ തട്ടിക്കളയേണ്ടതില്ല. ആ ഒരു അധികാരം എനിക്ക് തന്നേക്കണം. ഫൈനാൻസ് മിനിസ്ട്രി അത് ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് സത്യസന്ധതയുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. അത് അധികാരത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് കൈകാര്യം ചെയ്യാൻ യോഗ്യനായ മറ്റൊരാൾ അവിടെ ഇല്ലാതെ വന്നപ്പോൾ ആ സ്ഥാനം എനിക്ക് സത്യസന്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അറിയിക്കുകയായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. ചോദിച്ചു വാങ്ങരുത്, അതിനുവേണ്ടി എഴുന്നള്ളി നിൽക്കരുത്. അല്ലാഹു നിങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലാഹു തന്നേക്കും. ചിലപ്പോ അങ്ങനെ വന്നാൽ നിങ്ങളുടെ വിഷയം അല്ലാഹു നിങ്ങളെ ഏൽപ്പിക്കും, അല്ലാഹു മാറി നിൽക്കും. പിന്നെ വരുന്ന പ്രശ്നങ്ങൾക്ക് തടയിടാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കാതെയാണ് അധികാരം നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളെ അതിൽ സഹായിക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരുപാട് ദൂരം നടന്നൊരു വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിൽ ചില ശുശ്രൂഷയിൽ തിരിച്ചു വരുമ്പോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരമുള്ള ഉമറെന്ന് അധികാരമുണ്ടായിരുന്ന സിദ്ദീഖ് എന്നവര് എവിടേക്കാണ് പോകുന്നതെന്നറിയാൻ പിന്നാലെ പോയപ്പോഴല്ലേ അറിഞ്ഞത് ആ വീട്ടുകാരി പെണ്ണ് കണ്ണു കാണാത്തൊരു വൃദ്ധയാണ്. മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ഉമ്മ വല്ല അറിയപ്പെട്ട തറവാട്ടുകാരിയാണോ? അല്ല. ആ ഉമ്മാക്കറിയുമോ ആരായി വരുന്നതെന്നറിയോ? ഇല്ല. ഉമർ എന്നവർ ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആ പ്രായമുള്ള മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹമോ? മോനെ, രാവിലെ ആയാൽ എന്റെ വീട്ടിലേക്ക് വരും, എന്റെ മുറ്റമടിച്ചു വാരിത്തരും, വീടിന്റെ ഉള്ളടിച്ചു വാരിത്തരും, എന്റെ ആടിനെ കറന്നു തരും, എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരും, എന്റെ ഭക്ഷണം റെഡിയാക്കി തരും. ആരാന്നറിയോ ഉമ്മ? അറിയില്ല മോനെ. അതാരാന്ന് നിങ്ങൾക്കറിയുമോ? അറിയില്ല. എത്ര കാലമായി? ഒരുപാട് വർഷമായി മോനെ എന്റെ
വീട്ടിൽ എന്നും വന്നെന്നെ സഹായിക്കുന്ന ആളാണത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ അബാ ബക്കർ അസ്അബ്തൽ ഖുലഫാഅ മിൻ ബഅദിക യാ അബാ ബക്കർ. അബൂബക്കറെ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന മുഴുവൻ ഭരണാധികാരികളെയും നിങ്ങൾ കുഴക്കിക്കളഞ്ഞല്ലോ. ഇതുപോലെ ആർക്കും ആവാൻ കഴിയില്ലല്ലോ. എന്തൊരു ത്യാഗമാണ്. നിങ്ങൾക്ക് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാം, പൈസ കൊടുത്ത് ചെയ്യിക്കാം, സാധനങ്ങൾ അയച്ചു കൊടുത്തേക്കാം ആ വീട്ടിലേക്ക്. നിങ്ങൾ അതൊന്നുമല്ല ചെയ്തത്. നിങ്ങളായിട്ട് ചെന്ന് ഒരു അമീറുൽ മുഅ്മിനീൻ എന്ന സ്ഥാനം അന്നത് വിളിക്കപ്പെടുന്നില്ല. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതലാണ്. സിദ്ദീഖ് എന്നവരുടെ കാലത്ത് ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഖലീഫ നിങ്ങൾ നടന്നു ചെന്ന് നിങ്ങളുടെ കൈകൊണ്ട് പാല് കറന്നു കൊടുത്ത് നിങ്ങൾ ആ പൊടിയിൽ നിന്ന് അവിടുത്തെ കാർബൺ ശ്വസിച്ചിട്ട് ആ പുക ശ്വസിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത മുഖം ശ്രദ്ധിക്കുന്നവരെ ആ മുഖം കരുവാളിക്കുമാർ, കണ്ണു കാണാത്ത വൃദ്ധയായ, ആരാണെന്ന് പോലും കാണാൻ കഴിയാത്ത ആ ഉമ്മാക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്ത അബൂബക്കറെ, അസ്അബ്തൽ ഖുലഫാഅ മിൻ ബഅദിക, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഖലീഫമാരെ മുഴുവനും നിങ്ങൾ തളർത്തിക്കളഞ്ഞു. ഇനി ആവില്ല നിങ്ങളെപ്പോലെ ആവാൻ ആർക്കും. സിദ്ദീഖേ എന്ന് പൊട്ടിക്കരഞ്ഞ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചു, എനിക്കും ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. ഇവരാണ് ഇസ്ലാമിക ലോകത്ത് അധികാരത്തിന്റെ ഏറ്റവും വലിയ മാതൃക കാണിച്ചു പോയവർ. റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടന്ന് രാത്രികാലം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാന യഅസ്സു ഫിൽ മദീന, മഹാനവറുകൾക്ക് അസസ് എന്ന് പറയുന്ന ഒരു പണിയുണ്ട്. നൈറ്റ് പട്രോളിംഗ് എന്ന് പറയുന്ന, നമുക്കുണ്ടാവില്ലേ ഹൈവേ പട്രോളിംഗ്, ഹൈവേ കറങ്ങുന്നത്, ചുറ്റി നടക്കുന്നത്, പരിശോധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ട് അങ്ങനെ ഒരു പട്രോളിംഗ്, നൈറ്റ് പട്രോളിംഗ്. ഇതൊക്കെ ഇസ്ലാമിക കാലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് തുടങ്ങി വെച്ച മഹാനാണ്. ഇസ്ലാമിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഉറങ്ങാറില്ല. ഭാര്യ ചോദിക്കും, ഉമറേ അലാ തനാമുൽ ലൈൽ, രാത്രി നിങ്ങൾ ഉറങ്ങുന്നില്ലേ ഉമറേ, ഉറങ്ങുന്നില്ലേ? മറുപടി എന്താണ്? ഞാൻ ഉറങ്ങിയാൽ ജനങ്ങളുടെ സമയമാണ് പകലിൽ നഷ്ടപ്പെടുന്നത്, രാത്രി ഞാൻ ഉറങ്ങിയാൽ അള്ളാഹുവിനോട് ചെയ്യേണ്ട എന്റെ ദൗത്യമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അധികാരം ഏറ്റെടുത്ത മുതൽ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങുമായിരുന്നില്ല. കാരണം പ്രജകൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു. അധികാരം അലങ്കാരമല്ല, അത് ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോ തന്റെ കൂടെയുണ്ട് തന്റെ മൗല അസ്ലം റളിയല്ലാഹു അൻഹു. അസ്ലം എന്നവരുടെ കൂടെ മദീനയിലൂടെ കറങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലമേ, നമുക്ക് ആ കാണുന്ന വെളിച്ചം വരെ ചെന്ന് നോക്കാം. നടന്നു ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണ് പ്രസവിക്കാനായി നിൽക്കുകയാണ്. എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉമർ തങ്ങളുടെ ജീവിതത്തിൽ. പ്രസവിക്കാനായി നിൽക്കുന്ന പെണ്ണ് ഉമർ റളിയല്ലാഹു അൻഹു ആ കാഴ്ച കണ്ടിങ്ങനെ കരഞ്ഞപ്പോ അസ്ലം എന്നവർ ചോദിച്ചു, ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീൻ മാ യുബ്കി, എന്തിനാണ് കരയുന്നത്? പറഞ്ഞു, അസ്ലമേ, കാണുന്നില്ലേ ഒരു സാധുവായ പെണ്ണ്, ഒരു സാധുവായ സ്ത്രീ പ്രസവം നൽകുമ്പോൾ, ജന്മം കൊടുക്കുമ്പോ എത്ര വേദന സഹിക്കുന്നുണ്ട്, എത്ര പ്രയാസപ്പെടുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് നടക്കുമ്പോ ഒരു ഭാരം പോലുമായി തോന്നാതെ സ്നേഹത്തോടെ തലോടോടിക്കൊണ്ട്, റബ്ബേ, എന്റെ വയറ്റിൽ ഒരു കുഞ്ഞിരിക്കുന്നുവല്ലോ, ആ കുഞ്ഞിനെ എനിക്കൊരു നല്ല കുഞ്ഞായി എന്ന പ്രാർത്ഥനയോടുകൂടെ കാലിന്റെ ഞരമ്പ് ഒരിഞ്ഞിട്ട് ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചിട്ട്, ഇഷ്ടമുള്ള ഭക്ഷണമാണ്, പക്ഷേ വാസന കേൾക്കുമ്പോഴേക്കും ഛർദ്ദിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ വയ്യ. ഒരു ഡോക്ടറിലേക്ക് ഒരു അപ്പോയിന്റ്മെന്റിന് പോകണമെങ്കിൽ അവസ്ഥയിൽ മണിക്കൂറുകളോളം ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കണം. എന്തിനിതൊക്കെ? എന്റെ കുഞ്ഞൊന്ന് ജന്മം കൊള്ളണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമ്മ നൽകുന്ന, ഉമ്മ സഹിക്കുന്ന ത്യാഗം എത്രയാണെന്ന് നമ്മുടെ +2 ഡിഗ്രി വിദ്യാർത്ഥികളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അനിഷ്കുർലി വലിവാലിദൈക, നീ നിന്റെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, സൂറത്തുൽ ലുഖ്മാൻ. മാതാപിതാക്കളോട്, ഉമ്മയോടും ഉപ്പയോടും നല്ല നിലക്ക് പെരുമാറണമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തപ്പോ അല്ലാഹു തആല പറഞ്ഞത് ഉപ്പയുടെ കാര്യമല്ല,
ഉമ്മയെയും വാപ്പയെയും നോക്കണമെന്ന് പറഞ്ഞ് അല്ലാഹ് എന്താ പിന്നെ പറയുന്നത്? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. അവന്റെ ഉമ്മ ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ട്, പ്രയാസത്തിന് മേൽ പ്രയാസമായിട്ടാണ് അവന്റെ ഗർഭം ചുമന്നത്. വഹംലുഹു വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷമാണ് വീനിങ് സ്വന്തം മോനെ പാല് കൊടുത്തുമ്മ വളർത്തിയത്. ഈ ത്യാഗം മക്കൾ ഓർക്കണമെന്ന് ഉമ്മയുടെ വിഷയം ഖുർആൻ പറഞ്ഞു. മുഫസ്സിരീങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മയെയും വാപ്പയെയും പറഞ്ഞ് വാപ്പയുടെ ത്യാഗം എന്താണ് അല്ലാഹു പറയാതിരുന്നത്? ഉമ്മയുടെ ത്യാഗമാണ് പറഞ്ഞത്. എന്തേ വാപ്പയെ പറയാതിരുന്നത്? വാപ്പയോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ ഉമ്മയുടെ ത്യാഗമാ പറഞ്ഞത്. കാരണം കുഞ്ഞ്, ജീവിച്ചിരിക്കുന്ന കുഞ്ഞ് സ്വന്തം വാപ്പയുടെ കൈകൊണ്ട് സ്കൂളിൽ ഫീസ് അടക്കുമ്പോ അറിയുന്നുണ്ട് എന്റെ വാപ്പയാണിത് ചെയ്യുന്നത്. അവന് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോ മൊബൈൽ ഫോണുകള്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പുകള് എന്തൊക്കെയാ വേണ്ടത് വാപ്പ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇതെന്റെ ഉപ്പയാണ് തരുന്നത്, എന്റെ ഉമ്മ എന്ത് തന്നു എന്ന് കുഞ്ഞുങ്ങൾ ചോദിച്ചിരിക്കാം. എന്നാൽ അവർ കാണാത്ത ഒരു കാലം തന്റെ ഉമ്മയുടെ വയറ്റിൽ അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഉമ്മയുടെ ഗർഭാശയത്തിൽ ഈ കുഞ്ഞ് കടന്ന കാലം ഈ കുഞ്ഞിനിപ്പോ ഓർമ്മയില്ല. അവൻ വാപ്പയാണ് കാണുന്നത്, ഉമ്മ എന്തെനിക്ക് തന്നു എന്ന് അവൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല ഉമ്മയുടെ വിഷയം പറഞ്ഞത്. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ത്യാഗത്തോടുകൂടെയാണ് നിന്റെ ഉമ്മ നിന്നെ വളർത്തിയത്. മക്കളെ, ചെറുപ്പക്കാരെ പ്രേമം കണ്ട് ഒളിച്ചോടുമ്പോ സ്വന്തം മാതാപിതാക്കളെ കണ്ണീരിലാഴ്ത്തുമ്പോൾ ഒന്ന് ഓർക്കണമേ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും ത്യാഗം സഹിച്ച് എത്ര സ്നേഹത്തോടുകൂടെ, എത്ര കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ, എത്രയായിരം ഉമ്മ തന്ന് വളർത്തിയ മുഖമാണത്, എത്രായിരം തവണ സ്നേഹസ്പർശം ചാർത്തിയ ശരീരമാണത്. എന്നാൽ കൂടെ പഠിച്ച 1 കൊല്ലം 2 കൊല്ലത്തിനിടയ്ക്ക് സ്നേഹത്തിന്റെ 2 വാക്കുകൾ പറയുമ്പോഴേക്കും സ്വന്തം ജന്മത്തിന് കാരണമായവരെ കണ്ണീരിലാറ്റി ഓടുന്നവരെ ഒന്നോർക്കേണമേ. ഈ നന്ദികേട് അല്ലാഹു പൊറുക്കുമോ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ലമേ, നീ ഓർക്കുന്നില്ലേ, നിനക്കറിയില്ലേ ഉമ്മ സഹിക്കുന്ന ത്യാഗം എത്രയാണെന്ന്? നമുക്ക് പോകാം, ഈ ഉമ്മയെ സഹായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് ഇസ്ലാമിന്റെ ബൈത്തുൽ മാലിലേക്ക് പോകുന്നു. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും തന്റെ മൗല, തന്റെ വേലക്കാരനായ അസ്ലം റളിയല്ലാഹു അൻഹുവും 2 പേരും പോയിട്ട് ഗോതമ്പിന്റെ ചാക്ക് ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം പുറത്ത് ചുമന്നു കൊടുമ്പോ കയ്യിൽ കുറച്ച് വിറക്, ഒരു ചാക്ക് നിറയെ തന്റെ തോളിൽ കുറച്ച് വസ്ത്രവും മറ്റു കാര്യങ്ങളും, കുറച്ച് പരുത്തിയും കോട്ടനും, തന്റെ മൗലയുടെ ഭാരമില്ലാത്ത സാധനം മൗലയുടെ കയ്യിൽ കൊടുത്തപ്പോ വേലക്കാരൻ പറഞ്ഞു, ഉമറേ അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്തായി ചെയ്തത്? ഭാരമില്ലാത്ത തുണികഷ്ണവും ആ ഒരു കോട്ടനും എന്റെ കയ്യിലും, കിലോ കണക്കിന് ഭാരമുള്ള ഗോതമ്പ് നിങ്ങളുടെ തോളിലോ? ഉമറേ, ആ ചാക്ക് എന്റെ തോളിൽ വെച്ചു തരൂ, ഞാൻ ചുമക്കാം അത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ആ കയ്യിൽ ചുമക്കുന്ന ആ മരക്കഷ്ണം തീ കത്തിക്കാനുള്ള വിറക് എന്റെ കയ്യിൽ തരൂ, ഞാൻ ചുമക്കാം എന്ന് ചോദിച്ചപ്പോ ലോകത്ത് അധികാരം എന്താണെന്ന് ഏറ്റവും അധികം പഠിപ്പിക്കാൻ അവസരമുണ്ടായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, അസ്ലമേ, നിനക്കറിയുമോ ഈ ഭാരം ഞാൻ ചുമക്കുന്നത്? ഞാനിന്ന് ചുമക്കാതെ നിന്നെ ഏൽപ്പിച്ചാൽ നാളെ പരലോകത്തേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ അള്ളാഹു നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ ചോദ്യം ചെയ്യുമ്പോ, ഉമറേ, നിന്റെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാതിരുന്നപ്പോ നീ എന്ത് ചെയ്തു? അവിടെ പാവപ്പെട്ട സ്ത്രീകൾ പ്രയാസപ്പെട്ടപ്പോ നീ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? അവിടുത്തെ നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങളുടെ പ്രജകൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ, അസ്ലമേ, നാളെ പരലോകത്തിന്റെ ഭാരം ചുമക്കാൻ നിനക്ക് കഴിയുമോ? എനിക്ക് പകരം ആ ഭാരം നിനക്ക് ചുമക്കാൻ കഴിയുമോ? ഇല്ല അമീറുൽ മുഅ്മിനീൻ, എന്നാൽ അസ്ലമേ, ഞാൻ തന്നെ ചുമക്കാം ഈ ഭാരം. നാളെ റബ്ബിന്റെ മുമ്പിൽ എന്റെ ഭാരം താഴെ വെക്കാൻ ഇത് ഞാൻ തന്നെ ചുമക്കണം എന്ന് പറഞ്ഞ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അധികാരം അങ്ങനെയാണ് അവർ കൈയാളിയത്. ഒന്നും കയ്യിലില്ലായിരുന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിന് മഹാനവറുകൾക്ക് ഒരു അസുഖം വന്നിട്ട്
അന്നത്തെ ഡോക്ടർ വന്നിട്ട് മഹാനവറുകൾക്ക് വസഫഹു ദവാ, ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തു. ആ മരുന്നിൽ പറഞ്ഞത്, ഉമർ എന്നവരെ നിങ്ങൾ തേൻ കടിക്കണം, തേൻ കടിച്ചാൽ നിങ്ങൾക്ക് ശിഫ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ തേനുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ ഖജനാവിൽ തേനുണ്ട്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ഫാറൂഖ് എന്നവർ ചെയ്തതെന്നറിയുമോ? മദീനത്തെ മിമ്പറിൽ കയറി ജനങ്ങളെ മുഴുവനും സ്വഹാബികളെ മുഴുവനും വിളിച്ചു കൊണ്ടുവന്ന മദീനത്തെ പള്ളിയിലിരുത്തിയിട്ട് സൈദൽ മിമ്പറ, മിമ്പറിൽ കയറി ജുമഅയല്ലാതെ ഉത്തരവാദിത്വമുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ പറയാൻ അന്ന് മിമ്പറിൽ കയറി പറയാറുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഹമിദല്ലാഹ വഅസ്ന അലൈഹി വസല്ല അലാ നബിയിഹി. ഹംദും സ്വലാത്തൊക്കെ സലാമും ചൊല്ലിയിട്ട് ഉമർ എന്നവർ പറഞ്ഞു, ജനങ്ങളെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഞാൻ രോഗം ബാധിച്ച് വിഷമത്തിലാണ്, എന്റെ വയറിന് അസുഖമുണ്ട്. എന്നാൽ ഡോക്ടർ പറഞ്ഞു എന്നോട് തേൻ കഴിക്കാൻ, എന്റെ വീട്ടിൽ തേനില്ല. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഒരാൾ പോലും ബാക്കിയില്ലാതെ ഇസ്ലാമിന്റെ ഖജനാവിലുള്ള തേനിൽ നിന്ന് ഒരൽപ്പം എനിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഞാനതൊന്ന് കഴിച്ചോട്ടെ, അത് ചോദിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് ലോകത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവനും അധികാരികൾക്ക് മുഴുവനും മാതൃകയാവാൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ വാക്കാണത്. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് തൊടില്ല. അത് നിങ്ങളുടേതാണ്, ഈ സമൂഹത്തിന്റെ പൊതുസ്വത്താണത്. ആ തേൻ എന്റേതല്ല, നിങ്ങളുടേതാണ്. നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ ഒരൽപ്പം മരുന്നിന് വേണ്ടി മാത്രം ഒരൽപ്പം ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് മിമ്പറിൽ കയറി സമ്മതം ചോദിച്ച മഹാൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അധികാരം ചോദിച്ചു വാങ്ങാനും അത് കിട്ടുമ്പോൾ അതിൽ അഹങ്കരിക്കാനും, അത് കിട്ടിയില്ലെങ്കിൽ അതിനു വേണ്ടി അടിപിടി കൂടാനും, പള്ളികളുടെ അധികാരം, മദ്രസയുടെ അധികാരം, മഖാമിന്റെ അധികാരം, പഞ്ചായത്തിന്റെ അധികാരം, അധികാരമണ്ഡലങ്ങളുടേത്, പ്രസ്ഥാനങ്ങളുടേത്, രാഷ്ട്രീയ പാർട്ടികളുടേത്, മതസംഘടനകളുടേത്, എല്ലാറ്റിനും അടിപിടി കൂടുന്ന ആളുകൾ ഒന്നാലോചിച്ചു നോക്കണമേ. ഈ കനലാണ് കൈകളിലേക്ക് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. താങ്ങാൻ കഴിയുമോ? സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.